എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ആർട്ടിക്കിളാണ് NPR സ്ലിപ്സ് വാലിഡ് ഫോർ ലോങ് ടേം വിസാസ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഇതൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ചില മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടന, നമ്മുടെ സിറ്റിസൺഷിപ്പ് റൈറ്റുകളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2-വിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2019 ഒരു ക്യാബ് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ബില്ലുകൾ കൊണ്ടുവരികയും അതിനനുസരിച്ച് നമ്മുടെ NPR ഒരു വലിയൊരു ചർച്ചയിലേക്ക് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു കോൺട്രവേഴ്സിയിലേക്കോ ആ ചർച്ചയിലേക്കോ പോകുന്നില്ല. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് അല്ലെങ്കിൽ പാർട്ട് 2 നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആർട്ടിക്കിൾസ് നമ്മൾ പഠിക്കും. 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസ് നമ്മൾ പഠിക്കും. അതിനൊപ്പം തന്നെ സിറ്റിസൺഷിപ്പ് ആക്ടും നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. NPR, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. നമുക്കറിയാം, NPR is a part of an illustrative list of more than 10 documents that could be provided to apply for long term visa. ഈ ലോങ് ടേം വിസ, അതായത് നമ്മളുടെ അല്ലെങ്കിൽ NPR എൻറോൾ ചെയ്തിരിക്കുന്ന സ്ലിപ്പ് മാത്രം മതി. എന്തിനു വേണ്ടിയിട്ട്? ലോങ് ടേം വിസയ്ക്ക് വേണ്ടിയിട്ട്. ലോങ് ടേം വിസ എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് റെസിഡന്റ് വിസയാണ്. പെർമനന്റ് റെസിഡന്റ് വിസ ഇസ് ദ പ്രീകർസർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. ഇന്ത്യയുടെ പൗരത്വത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ്, അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിന്റെയും പൗരത്വത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് ലോങ് ടേം വിസ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡന്റ് വിസ എന്ന് പറയുന്നത്. അപ്പൊ ഈ പെർമനന്റ് റെസിഡന്റ് വിസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോങ് ടേം വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനിൽ NPR-ൽ എൻറോൾ ചെയ്യപ്പെട്ടതിന്റെ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൽ എൻറോൾ ചെയ്യപ്പെട്ടതിന്റെ സ്ലിപ്പ് മാത്രം മതിയാകും. അല്ലെങ്കിൽ ഈ ലോങ് ടേം വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റിയ ഡോക്യുമെന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് NPR-ൽ എൻറോൾ ചെയ്യപ്പെട്ടിരിക്കുന്ന ഡോക്യുമെന്റിന്റെ ഭാഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ NPR-ൽ എൻറോൾ ചെയ്യപ്പെട്ടതിന്റെ സ്ലിപ്പ് മാത്രം മതിയാകും എന്തിന്? ലോങ് ടേം വിസയ്ക്ക് വേണ്ടത് എന്നാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പറയുന്നത്. 6 minority groups from Pakistan, Afghanistan and Bangladesh can use them as proof of duration of stay. അതായത് നമുക്കറിയാം, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ പൗരത്വ ഭേദഗതി പ്രകാരം 3 രാജ്യങ്ങളിൽ നിന്നുള്ള അവിടുത്തെ മൈനോറിറ്റീസ്, ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, ജെയിൻ, സിഖ്, പാഴ്സി തുടങ്ങിയിട്ടുള്ള മൈനോറിറ്റീസ്. നമുക്കറിയാം, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ, ദീസ് 3 ആർ മുസ്ലിം ഡോമിനേറ്റഡ് നേഷൻസ്. ഇവിടെ ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ജൈനന്മാരുണ്ട്, ബുദ്ധന്മാരുണ്ട്, പാഴ്സികളുണ്ട്. ഇവരെല്ലാം എന്താണ്? ആ റീജിയനിലെ അല്ലെങ്കിൽ ആ നാട്ടിലെ മൈനോറിറ്റീസ് ആണ്. ഈ മൈനോറിറ്റീസിൽ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? പാകിസ്ഥാനിലെ ബ്ലാസ്ഫെമി ആക്ടുകൾ, നിന്ദ ആരോപിച്ചുകൊണ്ട് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാറുണ്ട്, പലപ്പോഴും ഹിന്ദുസിനെതിരെയും ക്രിസ്ത്യൻസിനെതിരെയും. ഈവൻ ദോ 2 വ്യക്തികൾ തമ്മിൽ തർക്കം ഉണ്ടായാൽ പോലും ഒരു മുസ്ലിംസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പറയുന്നു, പാകിസ്ഥാനിൽ പറയുന്നു, ഈ വ്യക്തി ഞങ്ങളുടെ മതത്തിനെ അപമാനിച്ചു എന്ന് പറയുന്നു. അതിന്റെ പേരിൽ ആ വ്യക്തിയെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കാനും ഉള്ള സ്വാതന്ത്ര്യമാണ് ബ്ലാസ്ഫെമി ആക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പെർസിക്യൂഷൻ ഫ്രം ദെയർ ഡോമിനേറ്റഡ് സൊസൈറ്റി. അതായത് മുസ്ലിം വിഭാഗത്തിന് അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, ജെയിൻ, പാഴ്സി തുടങ്ങിയിട്ടുള്ള മൈനോറിറ്റികളെ പാർശ്വവൽക്കരിക്കാനും അവരെ ഉപദ്രവിക്കുവാനും വേണ്ടിയിട്ട് അവിടെയുള്ള മെജോറിറ്റി ആളുകൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ബ്ലാസ്ഫെമി ആക്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ദേ ആർ ബീങ് പെർസിക്യൂട്ടഡ് ആൻഡ് ഇന്ത്യ ഈസ് റെഡി ടു പ്രൊവൈഡ് ദം അസൈലം ആസ് വെൽ. ഈവൻ പല ആളുകൾ ബോർഡർ ക്രോസ് ചെയ്ത് ഇന്ത്യയിലേക്ക് ഇല്ലിസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കടന്നു വന്നിട്ടുണ്ട്. അവർക്കും എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അവർക്കും നമ്മളുടെ പൗരത്വം നൽകാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു സാഹചര്യം ഗവൺമെന്റ് മുന്നോട്ട് വെച്ചു. അപ്പൊ അത്തരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇത്തരത്തിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് എന്താണ്? നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ആദ്യം കമ്പയർ ചെയ്തത് 2019 along with the census exercise and later updated in 2015. ആദ്യം കൊണ്ടുവന്നത് 2010 അതിനുശേഷം 2015 ഇത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ 2014 ശേഷമുള്ള, അതായത് നമ്മൾ 2014 ശേഷം അല്ലെങ്കിൽ 2014 മുൻപ് ഈ രാജ്യത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ലോങ് ടേം വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. അതിനുവേണ്ടി വെച്ചിരിക്കുന്ന കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അലോങ് വിത്ത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട്. 2010 NPR എടുത്തിട്ടുണ്ട്. NPR സ്ലിപ്പ് മാത്രം മതി എന്തിനു വേണ്ടിയിട്ട്? ലോങ് ടേം വിസയ്ക്ക് വേണ്ടി, വിച്ച് ഇസ് എ പ്രിക്കർസർ ടു ദ
ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഒരു പെർമനന്റ് റെസിഡന്റ് വിസ എന്ന് പറയുന്നത്, which is precursor to acquiring Indian citizenship either by naturalization or by registration. നമുക്കറിയാം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം നമുക്ക് 5 രീതികളിൽ, നമുക്ക് 5 മെത്തേഡുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമുക്ക് നേടിയെടുക്കാം അല്ലെ. ബൈ ബർത്ത്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി ആൻഡ് ബൈ, ഇങ്ങനെയൊക്കെയുള്ള 5 രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമുക്ക് നേടിയെടുക്കാം. ഈ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് NPR രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ സിറ്റിസൺഷിപ്പ് ഈതർ ബൈ നാച്ചുറലൈസേഷൻ ഓർ ബൈ രജിസ്ട്രേഷൻ, ഈ രീതികൾ അല്ലെങ്കിൽ ഈ 2 രീതികൾ എന്ത് ചെയ്യാൻ പറ്റും, പൗരത്വത്തിന് അല്ലെങ്കിൽ സാധ്യതയുണ്ട്. അതിനുള്ള ഒരു എൻറോൾമെന്റ് സ്ലിപ്പ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് NPR എൻറോൾ ചെയ്തതിന്റെ സ്ലിപ്പ് കാണിച്ചാൽ മതിയാകും. The NPR was first compiled in the year 2010 simultaneously with the decadal census exercise and later updated in 2015. It already had a database of 119 crore residents. The NPR is a register of usual residents linked with location particulars down to the village level and is updated periodically. നമുക്കറിയാം സെൻസസ് എന്താണ്, സെൻസസ് നമ്മുടെ ജനസംഖ്യ കണക്കെടുപ്പാണെങ്കിൽ, NPR ആണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ ഒരു കമ്പൈൽഡ് റിപ്പോർട്ടാണ് ഈ NPR എന്ന് പറയുന്നത്. The next phase of the NPR expected to include contentious questions on date and place of birth of father and mother, last place of residence and mother tongue was to be simultaneously updated with 2021 house listing and house census that has been indefinitely postponed due to COVID-19 pandemic. അടുത്തൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡുകൾ അവരുടെ ബേസിക് ആയിട്ടുള്ള അവരെവിടെ താമസിക്കുന്നു, അവരുടെ എന്താണ് ഡേറ്റ എടുക്കുന്നതിനൊപ്പം തന്നെ ഇനി എടുക്കാൻ പോകുന്നത് അവരുടെ അച്ഛന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ മദർ ടങ്, ഇതൊക്കെയും എടുക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു മൈനോറിറ്റി ആണെന്ന് തെളിയിക്കണമെങ്കിൽ അവരുടെ ഒരു കൺട്രി ഓഫ് ഒറിജിന്റെ ഒരു എന്തെങ്കിലും ഒരു പ്രൂഫ് എന്തെങ്കിലും ഗവൺമെന്റ് അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തതായിരിക്കണം. അതായത് ലോങ് ടൈം വിസ ഹാവ് ടു പ്രൊഡ്യൂസ് എനി ഡോക്യുമെന്റ് issued by government of Afghanistan, Bangladesh and Pakistan clearly showing the religion of the applicant, like school certificate etc. to establish that applicant is from a minority community. അതായത് ഇത് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി ഫോർ ദ മൈനോറിറ്റി community from these nations, Pakistan, Afghanistan and Bangladesh. So they will have to produce a clear cut document on their religion. ഇതാണ് ഏറ്റവും ഒരു പ്രോബ്ലമാറ്റിക് അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ട് മുന്നോട്ട് നിൽക്കുന്നത്. എന്താണ്, റിലീജിയന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കുന്നു എന്ന ഒരു ആക്ഷേപം ഇവിടെ ഉയർന്നു വരാൻ കാരണം ഇത് തന്നെയാവാം. As reported, the Home Ministry has been sensitizing the states about the relevant provisions under the Citizenship Act 1955, which could help the 6 communities who entered India on legal documents before 2014 are here on LTV, long-term visas, expedite their citizenship applications. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളായിട്ട് പറയുന്നത്. നമ്മളുടെ ഇതിനകത്ത് നമുക്ക് ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് NPR ആദ്യം തുടങ്ങിയത് എന്നാണ്, അപ്ഡേറ്റ് ചെയ്തത് എന്നാണ്, ഏതൊക്കെ മൈനോറിറ്റീസിനെയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ രാജ്യത്ത് നിന്നാണ് വന്നിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് പ്രിലിംസ് അല്ലെങ്കിൽ ഏതെങ്കിലും PSC ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ. ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്നത് എപ്പോഴാണ്, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ആക്ടുകളെ കുറിച്ച് പഠിക്കുമ്പോൾ പാർട്ട് 2 ആർട്ടിക്കിൾ 5 to 11 ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അടുത്ത ഇത് ദ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ഇറ്റ് ഈസ് എ ഡേറ്റാബേസ് കണ്ടെയ്നിങ് എ ലിസ്റ്റ് ഓഫ് ഓൾ യൂഷ്വൽ റെസിഡൻസ് ഓഫ് ദ കൺട്രി. Its objective is to have a comprehensive identity database of people residing in the country. ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ ഇതൊരു കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഓൺ പോപ്പുലേഷൻ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഫോം ചെയ്യാം ഒരു പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള. എനിവേ ഇത് NPR എന്ന് പറഞ്ഞാൽ എന്താണ്, ആ രാജ്യത്ത് താമസിക്കുന്ന സാധാരണ പൗരന്മാരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ഡേറ്റാബേസ് ആണ് NPR. It is generated through house-to-house enumeration during the house listing phase of the census, which is held once in 10 years. ഇത് നമ്മൾ സാധാരണ നടത്തുന്നത് എന്നാണ്, എല്ലാ 10 വർഷം കൂടുമ്പോഴും സെൻസസിന് ഒപ്പമാണ് സാധാരണ നടത്താറ്. The last census was in 2011 and next will be done in 2021. It will be conducted through mobile phones application since it is due to
it is being postponed for indefinitely due to COVID-19 pandemic. The usual resident for the purpose of NPR is a person who has resided in a place for 6 months or more and intends to reside there for another 6 months or more. ഇത് എങ്ങനെയാണ് സെൻസസുമായി വ്യത്യാസമാകുന്നത് നോക്കാം. The census involved a detailed questionnaire and there were 29 items to be filled in 2011 census. ഇത് എന്തിനാണ് ലക്ഷ്യം വെക്കുന്നത്? Particulars of every person including age, sex, marital status, occupation, birthplace, mother tongue, religion, whether they belong to any SC or ST, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. On the other hand, NPR collect basic demographic and biometric particulars. അതായത് നമുക്കറിയാം നമ്മുടെ ആധാറിന് കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മുടെ തമ്പ് ഇംപ്രഷൻ, ഐറിസിന്റെ ഇത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡെമോഗ്രാഫിക് ബയോമെട്രിക് പർട്ടിക്കുലേഴ്സും എന്തെടുക്കുന്നുണ്ട്? NPR കളക്ട് ചെയ്യുന്നുണ്ട്. Once the basic details of the head of the family are taken by the enumerator, an acknowledgement slip will be issued. This slip may be required for the enrollment in NPR whenever the process begins. എപ്പോഴെങ്കിലും ആവശ്യം വരും, NPR-ന്റെ ഈ സ്ലിപ്പ് ആവശ്യം വരും. അതാണ് ഇപ്പോൾ എന്തായിട്ട് വന്നിരിക്കുന്നത്? ലോങ് ടേം വിസയ്ക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. The details will be recorded in every local, sub-district, district and state level. Once the details are recorded, there will be a population register at each 3 levels. Together they constitute the national population register. What is the legal basis for NPR? While the census is legally backed by Census Act of 1948, the NPR is a mechanism outlined in a set of rules framed under the Citizenship Act of 1955. Section 14A was inserted in the Citizenship Act 1955 in 2004, providing for the compulsory registration of every citizen of India and the issue of a national identity card to him or her. It is also said that central government may maintain a national register for citizens, Indian citizens. The Registrar General of India shall act as the national registration authority. Incidentally, Registrar General is also the country's census commissioner. ചിലപ്പോൾ ഏതെങ്കിലും പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ള ചില പോയിന്റുകളാണ് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അടുത്താണ് റെക്കഗ്നൈസിങ് സെക്സ് വർക്ക് ആസ് വർക്ക്. നമുക്കറിയാം ഒരുപാട് സെക്സ് വർക്കേഴ്സ് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ചില നിയമങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പലപ്പോഴും ഇതിന്റെ ഒരു സെക്സ് വർക്കിലേക്ക് പോകുന്ന ആളുകൾ അവര് അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ടോ അല്ലെങ്കിൽ ഇന്റൻഷനലി അല്ലെങ്കിൽ ആ ഒരു ജോലി ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്നതാണെന്നും ആയിരിക്കത്തില്ല. പലപ്പോഴും എന്താണ്, സ്ത്രീകളും കുട്ടികളും ഈവൻ എന്ത് ചെയ്യാം, പലപ്പോഴും ട്രാഫിക് ചെയ്യപ്പെടുക, സ്നാച്ച് ചെയ്യപ്പെടുക, തട്ടിക്കൊണ്ടു പോവുകയും അവരെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ആവാം. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ പലപ്പോഴും നമ്മുടെ സമൂഹം അവരെ നോക്കിക്കാണുന്ന ഒരു തലമുണ്ട്. ആ തലം എന്ന് പറയുന്നത് അവരോട് അവജ്ഞ ഉണ്ടാവും, അവർക്കൊരു ഡിഗ്നിറ്റി പോലും നമ്മളെ സമൂഹം കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പക്ഷേ ഇതിനൊരു കാര്യം എന്താണ്, ഇതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊരു വലിയ ഒരു സാമൂഹിക വിപത്താണ് എന്ന തലത്തിലേക്കാണ് നമ്മൾ പല ലെജിസ്ലേഷനും കൊണ്ടുവന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്, ഇമോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് പോലുള്ള പലപ്പോഴും ഒരു ആക്ട്. ഈ 1956 the suppression of immoral traffic in women and children act was enacted in the year 1956. ഇത് എന്തിനാണ് ഉദ്ദേശിച്ചത്? പലപ്പോഴും ഈ ട്രാഫിക് ചെയ്യപ്പെടുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു വൺ സൈഡ് വ്യൂ പോയിന്റിൽ നിന്നാണ് ഈ നിയമങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറിയാം, സെക്സ് വർക്കേഴ്സ് ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അഡൾട്ട്സ് ഉണ്ട്, രണ്ട് മൈനേഴ്സ് ഉണ്ട്. മൈനേഴ്സിനകത്ത് നമുക്കറിയാം ബിലോ 18 വയസ്സ് അല്ലെ. അത് എന്താണ്, എപ്പോഴും എന്താണ്, വിക്ടിംസ് ഓഫ് ട്രാഫിക്കിംഗ്, അതായത് കടത്തിക്കൊണ്ടുപോകലിന്റെ ഒരു വിക്ടിമായിട്ടാവാം അല്ലെങ്കിൽ അബ്യൂസിന്റെ റിസൾട്ട് ആവാം അവർ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിരിക്കും. ഈ അഡൾട്ട് ആണെങ്കിൽ പോലും നമുക്ക് രണ്ടായിട്ട് എടുക്കാം. ഒന്ന് വോളണ്ടറി പാർട്ടിസിപ്പൻസ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻവോളണ്ടറി. ഈ രണ്ട് ക്രൈമായിട്ട് അല്ലെങ്കിൽ ഈ രാജ്യത്ത് നമ്മളുടെ ഒരു കൺസേൺ ആയിട്ട് വരുന്നത് ഈ മൈനേഴ്സിന്റെയും ഇൻവോളണ്ടറി ആയിട്ട് വന്നിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെയും സാഹചര്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഈ പറയുന്ന എന്താണ് ഒരു സപ്രഷൻ, ഇമ്മോറൽ ട്രാഫിക്കിംഗ്, ഇതൊക്കെ അല്ലെങ്കിൽ അബ്യൂസ്
വിക്ടിമൈസേഷൻ, ഇതൊക്കെയും ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മൈനറിന്റെയും ഇൻവോളണ്ടറി ആയിട്ട് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാത്ത ഒരു മേഖലകളിലേക്ക് അത് ഒരു സാഹചര്യം തന്നെയാണ്. ബട്ട് ഇൻ ദിസ് കേസ് ഓഫ് വോളണ്ടറി സെക്സ് വർക്കേഴ്സ്, അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇറ്റ് വുഡ് ബി ട്രീറ്റഡ് ആസ് എ കൈൻഡ് ഓഫ് വർക്ക്. So they are demanding as a kind of a labor right as well, minimum dignity at least. ഈ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ ഈ മൈനറിന്റെയും ഇൻവോളണ്ടറി ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് എപ്പോഴും വേണം എന്താണ്, ഒരു റിഹാബിലിറ്റേഷൻ വേണം. എന്നാൽ ഈ വോളണ്ടറി ആയിട്ട് അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി മറ്റു മാർഗമില്ലാതെ വരുന്നത് കൊണ്ട് സെക്സ് വർക്കിലേക്ക് വന്നിരിക്കുന്ന ഈ വിഭാഗം ആളുകൾക്ക് വേണ്ടത് റിഹാബിലിറ്റേഷൻ അല്ല, അവർക്ക് വേണ്ടത് ഒരു ഡിഗ്നിറ്റിയാണ്. ഈ ഡിഗ്നിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ഈ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, സോ ഇതിനു മുൻപ് നമുക്കറിയാം ആർട്ടിക്കിൾ 21 ഇറ്റ്സ് എ ഫണ്ടമെന്റൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആൻഡ് വിച്ച് ഇൻക്ലൂഡ്സ് ബോഡിലി ലിബർട്ടി ആസ് വെൽ. അപ്പൊ ഈ ബോഡിലി ലിബർട്ടി എന്ന് പറയുമ്പോൾ ദേ ഹാവ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓൺ ദെയർ ബോഡി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അത്തരത്തിലുള്ള ഒരു ജോലി ചെയ്യാൻ താല്പര്യമാണെങ്കിൽ, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതേ മാർഗമുള്ളൂവെങ്കിൽ we will have to respect their intentions. അപ്പൊ അതെന്ത് ചെയ്യണം, ഇതിനൊരു ഫ്രീഡം ഓഫ് ചോയ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കണം. അതുപോലെ എന്താണ് നമ്മൾ പലപ്പോഴും കണക്കാക്കുന്നത്, ഈ ഒരു നിയമത്തിനെ ഒരു സപ്രഷനിലേക്ക് മാത്രം ചിന്തിക്കാതെ ഇതിനെ ഒരു we will have to provide them certain grounds of basic labor right. ഇതിന്റെ ഒരു ബേസിലാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത്. ബുദ്ധദേവ് കർമാസ്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ opined that sex workers have a right to dignity, so that we are bounded to provide them a minimum basic right of a particular labor. അതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് നോക്കാം. ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചിന്തിക്കേണ്ട ചില ഭാഗങ്ങളാണ്. ഇവരെ കുറിച്ച് നമ്മൾ പറയുന്നത് പലപ്പോഴും എന്താണ്, they are the carriers of AIDS and so diseases, so that we will have to provide them basic education on the same, and we'll have to provide them basic care and to health checkups as well. We will discuss in a bit detail very soon later. അടുത്ത ഒരു പോയിന്റ് ആണ് പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് 2019-2020. PGI for states and union territories was first published in 2019 with a reference year of 2017 and 18. എന്തിനാണെന്ന് വെച്ചാൽ it is to tool to provide insights on the status of school education in states and union territories. അതായത് സ്കൂൾ എഡ്യൂക്കേഷനിലെ അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷന്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന് പരിശോധിക്കാനുള്ള ഒരു ടൂൾ കിറ്റ് ആണ് എന്ത് പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് ആദ്യം തുടങ്ങിയത് 2019 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി DOCEL has designed the PGI to catalyze transformational change in the field of school education. ഇതിന്റെ ഒരു നോഡൽ ഓഫീസേഴ്സ് ആരാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ആണ് ഇതിന്റെ ഒരു നോഡൽ ഓഫീസർ. PSC ഒക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ്. ഇപ്പം ലൈറ്റ് ഓഫ് ഏഷ്യ, ദ ലൈറ്റ് ഓഫ് ഏഷ്യ is a book of written by Sir Edwin Arnold. The first edition of the book was published in the year 1879. 1879 ഇത് ബുക്ക് പുറത്തിറങ്ങിയിരിക്കുന്നത്. In the form of narrative poem, the book endeavors to describe the life and time of Prince Gautama Buddha, who after attaining the enlightenment became the Buddha, the awakened one. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള ചില അദ്ദേഹത്തിന്റെ വേഴ്സസ്, അദ്ദേഹത്തിന്റെ എന്താണ് ഫിലോസഫി, ക്യാരക്ടറിനെയൊക്കെയാണ് ഇതിനെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന ബുക്കിൽ സർ എഡ്വിൻ അർണോൾഡ് പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അതായത് ഇറ്റ് വിൽ ബാലൻസ് ദ മോണിറ്ററി, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ ബാലൻസ് ദ മണി അവൈലബിലിറ്റി ഇൻ ദി ഇക്കണോമി. എങ്ങനെയാണ് നമ്മൾ പഠിച്ചു, നമ്മൾ റിപ്പോ, റിവേഴ്സ് റിപ്പോ, CRR, SLR തുടങ്ങിയിട്ടുള്ള മോണിറ്ററി പോളിസികൾ വഴി അല്ലെങ്കിൽ മോണിറ്ററി ടൂളുകൾ വഴി ഇത് ബാലൻസ് ചെയ്യും. ഇതിനെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അധികാരമാർക്കാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി കാണാം. Interest rate required to achieve inflation target is decided by monetary policy. It is a 6-member committee constituted by the central government. Section 45(ZB) of RBI Act of 1934. ഇത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇവരാണ് നമ്മുടെ CRR, SLR, റിപ്പോ, റിവേഴ്സ് റിപ്പോ, ബാങ്ക് റേറ്റ് തുടങ്ങിയതൊക്കെ നിശ്ചയിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. The MPC is required to meet at least 4 times a year. ഒരു വർഷത്തിൽ 4 തവണയെങ്കിലും, അതായത് 3 മാസത്തിൽ ഒരിക്കൽ ഇവരെ മീറ്റ് ചെയ്യണം. The quorum of the meeting of MPC is 4 members. Minimum members 4 പേരെങ്കിലും ഉണ്ടായിരിക്കണം. The resolution adopted by MPC is published after conclusion of every meeting at the MPC.
once in every 6 months, the Reserve Bank is required to publish document called Monetary Policy Report. ഇത് നമുക്ക് ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മോണിറ്ററി പോളിസി റിപ്പോർട്ട് എത്ര മാസം കൂടുമ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്താണെന്ന് നോക്കാം, അതിൽ ആരൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അറിയാം 45ZB പ്രകാരം RBI അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 1934 ഈ പ്രകാരം 45ZB പ്രകാരം മോണിറ്ററി പോളിസി കമ്മിറ്റി നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ, ആരൊക്കെയാണുള്ളത്? ഗവർണർ, RBI ഗവർണർ ആണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഡെപ്യൂട്ടി ഗവർണർ അതിന്റെ ഒരു മെമ്പർ ആണ്. അതുപോലെ തന്നെ വൺ ഓഫീസർ ഓഫ് ദ ബാങ്ക് ടു ബി നോമിനേറ്റഡ് ബൈ സെൻട്രൽ ബോർഡ്, മെമ്പർ എക്സ് ഒഫീഷ്യോ, ആൻഡ് 3 persons ടു ബി അപ്പോയിന്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. ടോട്ടൽ 3 മെമ്പേഴ്സ് RBI എന്നും RBIയുടെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ RBI ഗവർണർ ആണ് അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരിക. ഡെപ്യൂട്ടി ഗവർണർ അതിന്റെ ചാർജ് ഓഫ് മോണിറ്ററി പോളിസി മെമ്പർ ആണ്. അതുപോലെ തന്നെ വൺ ഓഫീസർ ഓഫ് ദ ബാങ്ക് ടു ബി നോമിനേറ്റഡ്. അത് 3 ആളുകളാണ് RBIയുടെ ഭാഗത്തു നിന്ന്, 3 പേരെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? 45ZB ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി. അതായത് 45ZB ഓഫ് അമെൻഡഡ് RBI ആക്ട് 1934 മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ച് നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. അധികം നമ്മുടെ വൺ വേർഡ് ലെൻസ് പെർസ്പെക്റ്റീവിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും. സോ ഇത് നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് നല്ല ഒരു പ്രിപ്പറേഷൻ നല്ല സ്ട്രോങ് ആയിട്ട് നടത്തുക. ഗുഡ് ലക്ക്.